ഒരു കുഞ്ഞു മരിക്കുമ്പോൾ എൻ്റെ ഹൃദയം നോവുന്നു. യുദ്ധം നിർത്തൂ, തലമുറകളെ രക്ഷിക്കൂ. രാജ്യങ്ങൾ തമ്മിൽ പോരാടുമ്പോൾ എൻ്റെ ചിറകിൻ കീഴിൽ ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും. യുദ്ധം വിതയ്ക്കുന്നത് കണ്ണുനീർ മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ലോകത്തിന് നൽകാൻ കഴിയാത്ത എൻ്റെ സമാധാനമാണ്. മക്കളെ, ആയുധങ്ങളല്ല, സ്നേഹമാണ് ലോകത്തെ ജയിക്കേണ്ടത്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. സ്നേഹമുള്ളിടത്ത് യുദ്ധത്തിന് സ്ഥാനമില്ല. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. ആയുധങ്ങൾ താഴെ വെച്ച് സ്നേഹത്തിൻ്റെ പാത സ്വീകരിക്കൂ. അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം മണ്ണിലാണ്, എന്നാൽ സ്നേഹത്തിന് വേണ്ടിയുള്ള പോരാട്ടം സ്വർഗത്തിലാണ്. ലോകം യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഹൃദയങ്ങൾ തമ്മിൽ അടുക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീതിയിൽ കഴിയുന്നവർക്ക് ഞാൻ തണലായിരിക്കും. നിന്റെ സങ്കടങ്ങൾ ഞാൻ കാണുന്നു. തകർക്കപ്പെട്ട ഹൃദയമുള്ളവർക്ക് ഞാൻ സമീപസ്ഥനാണ്. ഇരുൾ നിറഞ്ഞ ഈ ലോകത്ത് പ്രകാശമായിരിക്കുക. നിന്റെ ഉള്ളിലെ സമാധാനം ആർക്കും തകർക്കാൻ കഴിയില്ല. നിന്റെ ആകുലതകൾ എൻ്റെ മേൽ വെക്കുക. കൊടുങ്കാറ്റിനിടയിലും ഞാൻ നിനക്ക് ശാന്തത നൽകും. മനുഷ്യൻ കോട്ടകൾ പണിയുന്നു, എന്നാൽ ഞാൻ നിന്റെ അഭയസ്ഥാനമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവില്ല. നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ധൈര്യമായിരിക്കുക. ന്യായവിധി എൻ്റെ കൈകളിലാണ്. നീ സ്നേഹിക്കാൻ മാത്രം പഠിക്കുക, വിദ്വേഷം വെടിയുക. ആവർത്തന പുസ്തകം പറയുന്നു, നിനക്ക് മുൻപേ പോകുന്നവൻ ദൈവമാണ്. യുദ്ധം അവൻ്റേതാണ്, നീ സമാധാനമായിരിക്കുക. മനുഷ്യൻ മാംസത്തോടും രക്തത്തോടുമല്ല പോരാടേണ്ടത്, തിന്മയുടെ ശക്തികളോടാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വെറുപ്പിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയൂ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നതാണ് എൻ്റെ കൽപ്പന. സ്നേഹം സകല പാപങ്ങളെയും മൂടുന്നു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും. എന്നാൽ പരിഭ്രമിക്കരുത്, അവസാനം ഇനിയും വരാനിരിക്കുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത ഭൂമിയെ നശിപ്പിക്കുന്നു. മടങ്ങിവരിക, നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് മടങ്ങിവരിക. ഭൂമിയിൽ അശാന്തി പടരുമ്പോൾ നിന്റെ ആത്മാവിനെ എന്നിൽ നങ്കൂരമിടുക. ഈ ലോകം നൽകുന്നതെല്ലാം നശ്വരമാണ്. നിത്യമായ സമാധാനത്തിനായി എൻ്റെ അടുത്തേക്ക് വരൂ. സമാധാനം തേടി എങ്ങും അലയണ്ട, അത് നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാനത് നിനക്ക് നൽകുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ലോകത്തെ മാറ്റാൻ കഴിയും. മുട്ടുമടക്കി സമാധാനത്തിനായി യാചിക്കൂ. വെറുപ്പ് കൊണ്ട് വെറുപ്പിനെ തോൽപ്പിക്കാനാവില്ല, അത് സ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്ന് നീ ചെയ്യുന്ന ഒരു നല്ല കാര്യം ലോകത്തെ മാറ്റാൻ സഹായിച്ചേക്കാം. കരുണയുള്ളവരായിരിക്കുക. അധികാരമല്ല, വിനയമാണ് നിന്നെ വലിയവനാക്കുന്നത്. കുരിശിലെ സ്നേഹം ഓർക്കുക. മണ്ണിൽ രക്തം ചിന്തുന്നത് നിർത്തൂ. നാം എല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളാണ്. അശാന്തിയുടെ ഈ കാലത്ത് നീ ഒരു സമാധാന ദൂതനാവുക. ഇരുട്ടിൽ ദീപം തെളിക്കുക. കാലം അതിക്രമിച്ചിരിക്കുന്നു. സ്നേഹത്തിലേക്കും സത്യത്തിലേക്കും മടങ്ങിവരാൻ ഇതാണ് സമയം. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ലോകാവസാനം വരെയും. എൻ്റെ സമാധാനം നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ.